എൻ്റെ പേര് അശ്വിൻ. ഞാൻ അത്ര വലിയ യൂട്യൂബറൊന്നുമല്ല. 15 വയസ്സുള്ള കുട്ടിയാണ്. പക്ഷെ കൂടെ ഒരു ചെറിയ ക്യാമറയും ഒരു ചെറിയ ചാനലും അതുകൂടാതെ കുറച്ച് കൂട്ടുകാരും കൂടി ഉണ്ടെന്ന് മാത്രം. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ സഹായത്തോടെ പല പല ഗോസ്റ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ആ ഒരു ചാനലിൽ 130 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഭൂരിഭാഗവും എൻ്റെ ക്ലാസ്മേറ്റ്സും എൻ്റെ കസിൻസുമായിരുന്നു. അതുകൂടാതെ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും താഴെ വന്ന് അടിപൊളി ആയിട്ടുണ്ടെന്ന് അറിയുന്ന എനിക്കറിയാത്തൊരു ചേട്ടൻ. പക്ഷെ എനിക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, എൻ്റെ ചാനൽ വലിയ നിലക്ക് എത്തിക്കുകയെന്ന്. ഞാനും എൻ്റെ കൂട്ടുകാരും ഫേക്ക് ആയിട്ടുള്ള ഗോസ്റ്റ് വീഡിയോസ് ആണ് ചെയ്യാറുള്ളത്. ചില നേരം ഗോസ്റ്റ് സൗണ്ട് എഫക്ട്സ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ബെഡ്ഷീറ്റിൻ്റെ താഴെ കിടക്കും. കൂടെ ഒരു ടോർച്ച് ലൈറ്റും ഉണ്ടെന്ന് മാത്രം. പക്ഷെ നമുക്കധികം വ്യൂസ് ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് അതിനേക്കാൾ വലുതൊന്ന് വേണമായിരുന്നു. അപ്പോഴാണ് നമുക്ക് ഒരു ഐഡിയ ലഭിച്ചത്. അതെ, ഒയ്ജ ബോർഡ്. ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, അതായത് സൂര്യ, കശ്യപ്, ദേവിനോട്. അവരാദ്യം ചിരിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷെ ഞാൻ അവരോട് ഒരുപാട് പറഞ്ഞു. അങ്ങനെ അവസാനം അവർ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു രാത്രി ഞാനും എൻ്റെ കൂട്ടുകാരും എൻ്റെ വീടിൻ്റെ മുകളിലെ നിലയിലുള്ള റൂമിൽ കയറി. മാതാപിതാക്കൾ താഴത്തെ നിലയിലായിരുന്നു. അവരറിയാതെയാണ് നമ്മളിത് ചെയ്യുന്നത്. അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ ഇത് ചെയ്യാൻ വിടില്ല. അങ്ങനെ ഞങ്ങൾ ഒരു ചാർട്ട് പേപ്പറിൽ ഊർജ ബോർഡിന് വേണ്ട കാര്യങ്ങളൊക്കെ വരച്ചു. കാൻഡിൽസ് കത്തിച്ചു. അതിനുശേഷം നടുക്ക് ഒരു കോയിന് കൂടെ വെച്ചു. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? സൂര്യ സ്വകാര്യം പറയുന്നത് പോലെ പറഞ്ഞു. പക്ഷേ കോയിൻ ഒരൊറ്റ ഇഞ്ച് പോലും അനങ്ങിയില്ല. ഇതൊക്കെ റെക്കോർഡ് ആകുന്നുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. ആ സമയത്തായിരുന്നു ആ കാര്യം സംഭവിച്ചത്. മുറിയുടെ വാതിൽ താനെ തുറന്നു. പുറത്തു നിന്നും ആരോ നമ്മളെ നോക്കുന്നത് പോലെ നമുക്ക് തോന്നി. നമ്മൾ എല്ലാ ആൾക്കാരും ഭയന്നു. ഇനി ഇത് റിയൽ ആണോ? ഞാനത് എന്താണെന്ന് നോക്കാൻ പോയി. ആ സമയം ആ ഒരു രൂപം ഓടി. ഞാൻ ഡോറ് തുറന്നു. ആ സമയമാണ് താഴത്തെ നിലയിൽ നിന്നും അമ്മ എന്നെ വിളിച്ചത്. എന്തോ പ്രശ്നമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ വേഗം തന്നെ അമ്മയുടെ അടുത്ത് പോയി. ആ ഒരു മുറിയിൽ എൻ്റെ കൂട്ടുകാർ ഭയന്നിരിക്കുകയാണ്. അവർ നല്ല രീതിയിൽ തന്നെ പേടിച്ചിട്ടുണ്ട്. അവരും എൻ്റെ കൂടെ വന്നു. ആ സമയമാണ് എൻ്റെ അനുജൻ അമ്മയുടെ സൈഡിൽ നിൽക്കുന്നതായി ഞാൻ കണ്ടത്. അത് കണ്ടപ്പോഴേക്കും എനിക്കൊരു കാര്യം മനസ്സിലായി. നേരത്തെ റൂമിൽ വെച്ച് കണ്ടത് പ്രേതമോ പിശാചോ ഒന്നും ആയിരുന്നില്ല. അതെന്റെ അനുജനായിരുന്നു. അവൻ അത് കണ്ട് അമ്മയോട് പറഞ്ഞു കൊടുക്കാൻ പോയതാണ്. അപ്പോൾ എൻ്റെ കാര്യം സ്വാഹ. എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു. അമ്മ കാണുന്നതിന് മുൻപേ ഞാൻ അതൊക്കെ ഡിലീറ്റ് ആക്കി. പക്ഷെ അമ്മ എൻ്റെ മുഖം കണ്ട് അത് മനസ്സിലാക്കിയിരുന്നു നമ്മൾ ആ ഒരു റൂമിൽ വെച്ച് എന്താണ് ചെയ്തത് എന്ന്. അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒരു കാര്യം ഉറപ്പിച്ചു, ഇനി വീട്ടിൽ വെച്ച് നമുക്ക് ഓജ ബോർഡ് കളിക്കില്ല. ഒരാഴ്ച കടന്നുപോയി. നമ്മൾ നമ്മുടെ ഫോക്കസ് മറ്റൊരു സ്ഥലത്തേക്ക് ആക്കി. ഫുട്ബോൾ, അതുകൂടാതെ കുറച്ച് വീഡിയോസ് എഡിറ്റൊക്കെ ചെയ്തു. നമ്മൾ ചില നേരമൊക്കെ എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള സൂര്യയുടെ വീടിൻ്റെ അടുത്തുള്ള കണ്ടത്തിൽ കളിക്കാൻ പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ അത് കണ്ടു. നമ്മൾ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. ആ സമയമാണ് ഫുട്ബോൾ അടിച്ചിട്ട് മരത്തിൽ കുടുങ്ങിയത്. കൂട്ടുകാരുടെ കൂട്ടത്തിൽ എനിക്ക് മാത്രമാണ് മരം കയറാൻ അറിയുന്നത്. അങ്ങനെ ഞാൻ മരം കയറി ബോൾ താഴെ ഇട്ടു. ആ സമയമാണ് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. ഗ്രൗണ്ടിന്റെ കുറച്ച് ദൂരത്ത് ഉപേക്ഷിക്കപ്പെട്ട ഒരു വീടുണ്ടായിരുന്നു. ഞാൻ ഇതിന് മുന്നേ ഒക്കെ ആ ഒരു വീട് കണ്ടിട്ടുണ്ട്. പക്ഷെ മരമൊക്കെ മുറിച്ചതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അത് ക്ലിയർ ആയി കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ സൂര്യയോട് ഇതിനെപ്പറ്റി ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല. ചിലപ്പോൾ എന്റെ മുത്തശ്ശിക്ക് അറിയാമായിരുന്നു. നമ്മൾ എല്ലാവരും കൂടെ സൂര്യയുടെ മുത്തശ്ശിയുടെ അടുത്ത് പോയിട്ട് കാര്യം ചോദിച്ചു. അപ്പോഴാണ് മുത്തശ്ശി കഥ പറഞ്ഞു തന്നത്. വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു വീട്ടിൽ ഒരു സ്ത്രീ താമസിച്ചിരുന്നു. പക്ഷെ ഒരു സമയത്ത് ആ ഒരു സ്ത്രീയുടെ ഭർത്താവും അതുകൂടാതെ മകനും ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചുപോയി. അതിനുശേഷം ആരും ആ ഒരു സ്ത്രീയെ കണ്ടിട്ടില്ല. ചില ആൾക്കാർ പറയുന്നത് ആ ഒരു സ്ത്രീക്ക് ഭ്രാന്തായിട്ട് മറ്റെവിടെയോ പോയെന്നാണ്. പക്ഷെ ചില ആൾക്കാർ ആ ഒരു സ്ത്രീ ആ ഒരു വീട്ടിൽ വെച്ച് തന്നെ ആത്മഹത്യ ചെയ്തു എന്നും പറയാറുണ്ട്. ആ സമയത്തായിരുന്നു എനിക്കൊരു ഐഡിയ ലഭിച്ചത്. സൂര്യയുടെ ബർത്ത്ഡേ അടുത്ത ആഴ്ചയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂട്ടുകാരൊക്കെ അവൻ്റെ വീട്ടിൽ സ്ലീപ്പ് ഓവറിനായി പോകും. അപ്പോൾ നമുക്ക് കേക്ക് കട്ടിങ്ങിന് ശേഷം പാരൻസ് ഉറങ്ങിയതിന് ശേഷം മെല്ലെ പുറത്തിറങ്ങി ഓയിജ ബോർഡും എടുത്ത് ആ ഒരു വീട്ടിലേക്ക് ചെല്ലാം. അത് പെർഫെക്റ്റ് ആയിരുന്നു. ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഈ ഒരു പ്ലാൻ പറഞ്ഞു. അവർക്കാദ്യം മടി ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം അവർ പോകാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ആ ദിവസം വന്നെത്തി. അന്ന് രാത്രി എല്ലാം നമ്മുടെ പ്ലാൻ പോലെ തന്നെയാണ് സംഭവിച്ചത്. കേക്ക് കട്ട് ചെയ്തു. എല്ലാ ആൾക്കാരും നല്ല സന്തോഷത്തിലായിരുന്നു. അങ്ങനെ രാത്രി 1:33
ആരും കാണാതെ നമ്മുടെ ഫോണും ക്യാമറയും ടോർച്ചും അതുകൂടാതെ ഓയിജ ബോർഡും എടുത്ത് പുറത്തിറങ്ങി. നമ്മുടെ ഗ്രൗണ്ട് രാത്രിയിൽ കാണാൻ ഭയപ്പെടുത്തിയിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മരങ്ങളൊക്കെ കടന്ന് അവസാനം ആ ഒരു വീടെത്തി. ഞങ്ങളുടെ കാലിനടിയിൽ ഉണങ്ങിയ ഇലകൾ ഞെരിഞ്ഞമർന്നു. വാതിൽ പകുതി തുറന്നിരുന്നു. പൊടിയുടെയും മറ്റെന്തോ ചീഞ്ഞതിന്റെ ഗന്ധം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ അതധികമൊന്നും ഭയപ്പെടുത്തിയിരുന്നില്ല. നമുക്ക് ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഉള്ളത്, ഓജ ബോർഡ് കളിക്കുക, റെക്കോർഡ് ചെയ്യുക, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക, അത്രമാത്രം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഉള്ളിൽ കയറി. ഞാൻ നിങ്ങളോട് സത്യം ചെയ്യുന്നു, എപ്പോഴാണോ നമ്മളെല്ലാവരും ആ ഒരു വീടിൻ്റെ അകത്ത് കയറിയത്, ആ ഒരു വാതിൽ താനെ അടഞ്ഞു. അതുകൂടാതെ നമ്മുടെ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്യാനും തുടങ്ങി. ഇനി ഇതൊക്കെ ചെയ്യുന്നത് ആ ഒരു സ്ത്രീയുടെ ആത്മാവാണോ? ആദ്യം തന്നെ ഈ ഒരു വീട്ടിനുള്ളിലുള്ള മുറികൾ എക്സ്പ്ലോർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. നമ്മൾ 2 ഗ്രൂപ്പായി പിരിഞ്ഞു. ഞാനും സൂര്യ ഒരു ഗ്രൂപ്പും അതുകൂടാതെ മറ്റുള്ള ഗ്രൂപ്പിൽ ദേവും കശ്യപും കൂടിയായിരുന്നു. ഞാനും സൂര്യയും താഴത്തെ നിലയും ദേവും കശ്യപും മുകളിലെ നിലയും എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. താഴത്തെ നിലയിൽ 3 മുറികളും അതുകൂടാതെ ഒരു കിച്ചണുമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ആദ്യ മുറിയിൽ കയറി. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു കട്ടിൽ, ഒരു ഷെൽഫ്, അതുകൂടാതെ ഒരുപാട് ചിലന്തി വലകളും. ഇതേ അവസ്ഥ തന്നെയായിരുന്നു രണ്ടാമത്തെ മുറിയിലും ഉണ്ടായിരുന്നത്. അടുത്തത് അടുക്കളയാണ്. അടുക്കളയിൽ കയറി. അവിടെ വെളുത്ത പുകയുണ്ടായിരുന്നു. അതെന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമല്ലേ വാതിൽ തുറക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലെ വായു പുറത്തേക്ക് പോയതായിരിക്കാം. അങ്ങനെ നമ്മൾ 3ാമത്തെ മുറിയുടെ വാതിൽ തുറന്നു. അതൊരു സ്റ്റോറേജ് മുറിയായിരുന്നു. അവിടെ പഴയ ഫർണിച്ചേഴ്സ് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരുപാട് പാവകളും അവിടെ ഉണ്ടായിരുന്നു. അത് നമ്മളെ ഭയപ്പെടുത്തി. ഒരുപാട് സമയം നമുക്ക് ആ ഒരു മുറിയിൽ നിൽക്കാൻ സാധിച്ചില്ല. നമ്മുടെ മനസ്സിൽ ഭയം ഉയർന്നു വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ മുറിയുടെ പുറത്തേക്ക് പോയി. ഹാളിൽ കശ്യപിനും ദേവനും വേണ്ടി കാത്തിരുന്നു. പെട്ടെന്നായിരുന്നു നമ്മളൊരു അലർച്ച കേട്ടത്. അത് കശ്യപിന്റെ ആയിരുന്നു. അവൻ വേഗം തന്നെ സ്റ്റെപ്പ് ഇറങ്ങി നമ്മുടെ അടുത്തേക്ക് ഓടി വന്നു. എടാ, ദേവിനെ കാണുന്നില്ല, അവൻ നമ്മളോട് പറഞ്ഞു. നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഇനി ഒറ്റൊന്നേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അവനെ തേടി മുകളിലെ നിലയിൽ പോവുക. അവരാരും മുകളിലെ നിലയിൽ വരുന്നുണ്ടായിരുന്നില്ല. ഞാനിനി തനിച്ചു പോകേണ്ടി വരും. കൂട്ടത്തിൽ എനിക്കാണല്ലോ ഏറ്റവും കൂടുതൽ ധൈര്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റക്ക് മുകളിലേക്ക് പോയി. ഞാൻ പല മുറികളിലും കയറി. പക്ഷെ അവിടെ ദേവ് ഉണ്ടായിരുന്നില്ല. ഇനി ഒരു മുറി മാത്രമാണ് നോക്കാൻ ബാക്കിയുള്ളത്. ഞാൻ വാതിൽ തുറക്കാൻ ശ്രമിച്ചു, പക്ഷേ സാധിച്ചില്ല. അപ്പോൾ പിറകിൽ ആരും നിൽക്കുന്നതുപോലെ എനിക്ക് തോന്നി. ഞാൻ മെല്ലെ പിറകിലേക്ക് നോക്കി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ലോക്ക് ചെയ്ത് ആ ഒരു മുറി താനെ തുറന്നു വന്നു. ദേ അകത്ത് ദേവുണ്ട്. ഇതൊക്കെ എൻ്റെ ക്യാമറയിൽ റെക്കോർഡ് ആകുന്നുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. അവൻ തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ അവനെ വിളിച്ചു. അവനെ കാണാൻ വിചിത്രമായിരുന്നു. കാലങ്ങളായി ഭക്ഷണം കഴിക്കാത്ത ഒരാളെ പോലെയായിരുന്നു അവനെ കാണാൻ ഉള്ളത്. ഞാൻ പെട്ടെന്ന് തന്നെ അവനെയും വിളിച്ച് താഴത്തെ നിലയിലേക്ക് ചെന്നു. കശ്യപും സൂര്യയും അവിടെ ഉണ്ടായിരുന്നു. ദേവ് ഇപ്പോഴും സംസാരിക്കുന്നില്ല. സൂര്യയും കശ്യപും നമുക്ക് ഓജ ബോർഡ് കളിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പോൾ സംഭവിച്ചത് തീർത്തും ഭയപ്പെടുത്തുന്നതാണ്. എന്നാലും വീഡിയോക്ക് വേണ്ടി കളിക്കാമെന്ന് തീരുമാനിച്ചു. എല്ലാ ക്യാമറകളും ഓണാണെന്ന് ഞാൻ ഉറപ്പുവരുത്തി. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇപ്രാവശ്യം ഞാനാണ് ചോദിച്ചത്. പെട്ടെന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ലൈറ്റ് വരികയും പോവുകയും ചെയ്തത്. ആ ഒരു കോയിൻ അനങ്ങാൻ ആരംഭിച്ചു. അതുകൂടാതെ ഒരു മെഴുകുതിരി ഒഴിച്ച് ബാക്കിയെല്ലാം അണഞ്ഞു. ആ വെളിച്ചത്തിൽ ഞാൻ അവരുടെ മുഖം കണ്ടു. കശ്യപിന്റെയും സൂര്യയുടെയും ദേവിന്റെയും മുഖം. അവർ വിചിത്രമായ രീതിയിൽ വായ് പുളന്ന് ചിരിക്കുകയാണ്. അവരുടെ മുഖത്ത് കണ്ണിനു പകരം കറുത്ത എന്തോ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ അലറി വിളിച്ചു. 2 ക്യാമറയും എടുത്ത് ഞാൻ പുറത്തേക്ക് ഓടി. വാതിൽ തുറക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ എങ്ങനെയോ കഷ്ടപ്പെട്ട് വാതിൽ തുറന്നു. അവസാനമായി പിന്നിലേക്ക് നോക്കി. പക്ഷെ ഇപ്പോൾ അവിടെ ആരുമില്ല. ഞാൻ ഒന്നും കൂടെ ശ്രദ്ധിച്ചു നോക്കി. അതെ, സ്റ്റെയർ കേസിൽ ആരോ നിൽക്കുന്നുണ്ട്. അത് ദേവാണ്. അതുകൂടാതെ അവൻ്റെ പിന്നിൽ നിന്നും ആരോ വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു രൂപം കത്തി പോലെയുള്ള എന്തോ വെച്ച് ദേവിനെ കുത്തി. ആ രൂപം സൂര്യയോ കശ്യപോ ആയിരുന്നില്ല, അതൊരു സ്ത്രീയായിരുന്നു.
അതെ, നിങ്ങൾ ചിന്തിച്ച കാര്യം തന്നെ. കാലങ്ങൾക്ക് മുന്നേ ഭർത്താവും മകനും നഷ്ടപ്പെട്ട് ഈ ഒരു വീട്ടിൽ വെച്ച് ജീവനെടുത്ത അതേ സ്ത്രീ അതെന്നെ നോക്കി വരാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഓടി. മരങ്ങളൊക്കെ കടന്ന് സൂര്യയുടെ വീട് ലക്ഷ്യമാക്കി ഞാൻ ഓടി. ഗേറ്റ് തുറന്ന് ഞാൻ പെട്ടെന്ന് തന്നെ അകത്തേക്ക് ഓടി. വാതിൽ തുറന്നിരിക്കുകയായിരുന്നു. അകത്ത് ഞാൻ കണ്ടത് ഞാൻ തൊട്ട് മുന്നേ കണ്ട സൂര്യയും കശ്യപിനിയുമായിരുന്നു. അതുകൂടാതെ സൂര്യയുടെ മാതാപിതാക്കളെയും അവരെല്ലാ ആൾക്കാരും ഭയന്നിരുന്നു. ഓ, നീയെങ്കിലും തിരിച്ചു വന്നോ, സൂര്യ എന്നോട് പറഞ്ഞു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ തൊട്ടു മുന്നേ നിങ്ങളെ ആ ഒരു വീട്ടിൽ വെച്ച് കണ്ടതാണ്, കശ്യപ് പറയാൻ തുടങ്ങി. നീ എപ്പോഴാണോ ദേവിന് വേണ്ടി മുകളിലെ നിലയിൽ പോയത്, ആ സമയം അടുക്കളയിൽ നിന്നും ആ ഒരു രൂപം പുറത്തിറങ്ങി. അതെ, ആ ഒരു സ്ത്രീയുടെ ആത്മാവ്. ഇത് കണ്ടു ഭയന്ന നമ്മൾ രണ്ടുപേരും വീടിന്റെ പുറത്തേക്ക് ഓടി. അപ്പോൾ തൊട്ടു മുന്നേ ഞാൻ ആ ഒരു വീട്ടിൽ വെച്ച് കണ്ടത് ആരെയാണ്? അപ്പോൾ ഞാൻ അവരോട് മുകളിലെ നിലയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. അപ്പോൾ ദേവ് എവിടെ? സൂര്യ ചോദിച്ചു. ഞാൻ വിചിത്രമായ എന്തൊക്കെയോ കണ്ടു. ഞാൻ അവസാനമായി കണ്ടത് ആ ഒരു സ്ത്രീ ദേവിനെ കുത്തുന്നതാണ്. അവർ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടു. പെട്ടെന്നായിരുന്നു പുറത്തു നിന്നും പോലീസ് വാഹനത്തിന്റെ സൈറൺ കേട്ടത്. നിന്നെയും ദേവിനെയും കാണാത്തത് കൊണ്ട് അച്ഛൻ പോലീസിനെ വിളിച്ചിരുന്നു. ഇനി ബാക്കി അവർ നോക്കിക്കോളും, സൂര്യ പറഞ്ഞു. ഇവരെക്കാൾ ഭയം ഒരാളുടെ മുഖത്ത് ഞാൻ കണ്ടു. അതെ, മുത്തശ്ശിയുടെ മുഖത്ത്. മുത്തശ്ശിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. അന്ന് രാത്രി ആരും ഉറങ്ങിയിരുന്നില്ല. എൻ്റെ അച്ഛനും അമ്മയും അന്ന് രാത്രി സൂര്യയുടെ വീട്ടിലെത്തി. നമ്മളെല്ലാരും ദേവിന് വേണ്ടി ആ ഒരു വീട്ടിൽ കാത്തിരുന്നു. അങ്ങനെ നമ്മൾ ആംബുലൻസിന്റെ ശബ്ദം കേട്ടു. ഒരു പോലീസ് ഓഫീസർ നമ്മുടെ അടുത്ത് വന്ന് പറയാൻ തുടങ്ങി. ആ വീട്ടിൽ വെച്ച് ദേവിനെ നമ്മൾ കണ്ടു. പക്ഷേ അവന്റെ വയറ്റിൽ എന്തോ മൂർച്ചയുള്ള വസ്തു വെച്ച് ആരോ കുത്തിയിരുന്നു. അപ്പോൾ ഞാൻ അവസാനമായി കണ്ടത് ശരിക്കും നടന്നതാണ്. നമ്മളാണ് ഇത് ചെയ്തത് എന്നാണ് ആദ്യം പോലീസ് പറഞ്ഞത്. ദേവിന് ഗുരുതരാവസ്ഥയായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. അതെ, ക്യാമറ. ഞാൻ 2 ക്യാമറ എടുത്തിരുന്നു. അപ്പോൾ അതിലെ വിഷ്വൽസ് ഒരു പ്രൂഫായി ഉപയോഗിക്കാം. അപ്പോഴാണ് അവർ ഞെട്ടിക്കുന്ന കാര്യം നമ്മൾ അറിഞ്ഞത്. ക്യാമറയിൽ ഒന്നും റെക്കോർഡായിട്ടില്ല. അഥവാ ക്യാമറയിലെ വിഷ്വൽസ് ഒക്കെ ആരോ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ 1 മാസം കടന്നുപോയി. ഒരു മെഡിക്കൽ മിറാക്കിൾ കാരണം ദേവ് രക്ഷപ്പെട്ടു. പക്ഷെ എന്താണ് അവിടെ സംഭവിച്ചതെന്നൊന്നും അവന് ഓർമ്മയുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തോ ഒരു കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടി ആ ഒരു വീട് പൊളിച്ചു കളഞ്ഞു. ഈ ഒരു സംഭവത്തിന് ശേഷം ഗോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നത് നമ്മൾ നിർത്തി. പ്രേതം, ആത്മാവ്, പിശാചി ഇതൊക്കെ റിയൽ ആണോ അല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നല്ലതുണ്ടെങ്കിൽ മോശവും ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഭാഗ്യം കാരണം മാത്രമാണ് നമ്മൾ ആ ഒരു വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടത്.